നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതെന്ത് വിഗ്രഹമെന്ന് മനസ്സിലായോ? ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കണതേ നമ്മുടെ പുലിമുട്ടിലാണ് കേട്ടോ. ചേറ്റുവ പുലിമുട്ടിലാണ്. പുലിമുട്ടിലൊന്നും ആരുമില്ല. കടലൊക്കെ നല്ലതുപോലെ ഒതുങ്ങിട്ടോ. ഇങ്ങനെ കടൽ ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ ശരിക്കും മഴക്കാലത്ത് ഇതുപോലെ കടൽ ഒതുങ്ങിക്കെടുക്കാറില്ല. അപ്പം മഴയൊക്കെ വിട്ട് നല്ല വെയിലായിരുന്നു ഇപ്പോൾ ഇത്രയും ദിവസം. അപ്പോൾ കടൽ നല്ലതുപോലെ ഒതുങ്ങി നിൽക്കുകയാണ്. അവിടെ വല വീശുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, വല വീശുന്നുണ്ട്. പിന്നെ വള്ളങ്ങളുണ്ട്, ചെറിയ വഞ്ചികൾ മുതൽ വള്ളങ്ങൾ എല്ലാം ഉണ്ട്. ബോട്ടുകളൊക്കെ ഒരുവിധം ഒതുക്കി, എല്ലാം ഹാർബറിൽ ബോട്ടുകളൊക്കെ ഒതുക്കിയിട്ടിരിക്കുക. കാരണം ഇന്ന് രാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം ബോട്ടുകളെല്ലാം ഒതുക്കി. ഇനിയിപ്പോൾ വരാനുള്ളതൊക്കെ ഇന്ന് തിരിച്ചു വരും, ഇന്ന് തിരിച്ചു വന്ന് ഒതുക്കും. പിന്നെ അന്യസംസ്ഥാന ബോട്ടുകളെല്ലാം ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് എല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ പോയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലെ ബോട്ടുകളൊക്കെ ഒരുവിധം ഒതുക്കി. ഇനിയിപ്പോൾ തിരിച്ച് വരാനുള്ളതൊക്കെ ഇന്ന് തന്നെ തിരിച്ചെത്തി ഒതുക്കും. ഇനിയിപ്പോൾ കുറച്ച് കാലം ട്രോളിംഗ് നിരോധനമാണ്. അതായത് ബോട്ടുകൾ, യന്ത്രവൽകൃത ബോട്ടുകൾ ഇനി മുതൽ മീൻപിടുത്തത്തിന് പോവില്ല കുറച്ച് കാലം. പക്ഷേ നമ്മുടെ പരമ്പരാഗത വള്ളങ്ങളൊക്കെ പോവും. അതുപോലെ ചെറിയ ഈ വഞ്ചികളും എല്ലാം പോകാൻ പറ്റുകയാണെങ്കിൽ പോവും. അതായത് കടൽ പോകാൻ പറ്റുന്ന കണ്ടീഷനിലാണെങ്കിൽ പോവും. അവരുടെ മീൻ നമുക്ക് ഫ്രഷ് മീൻ, ശരിക്കും പറഞ്ഞാൽ ട്രോളിംഗ് നിരോധന കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുവിധം ഫ്രഷ് മീൻ കിട്ടും. വലിയ മീനുകൾ മറ്റേ ചൂര, നെയ്മീൻ അതുപോലുള്ള വലിയ മീനുകളൊക്കെ കിട്ടാനുള്ള ചാൻസ് കുറവാണെന്നേ ഉള്ളൂ. ചൂരയൊക്കെ ചിലപ്പോൾ വള്ളക്കാരുടെ ചൂരയൊക്കെ കിട്ടും, ബോട്ടുകാരുടെ മീനുകൾ, വലിയ മീനുകൾ കിട്ടില്ല. പക്ഷേ ഫ്രഷ് മീൻ കിട്ടും. വള്ളക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അന്നന്ന് പോയിട്ട് അന്നന്ന് തന്നെ വരുന്നതാണല്ലോ. അപ്പോൾ മീൻ ഫ്രഷ് മീനായിരിക്കും. അല്ല, ബോട്ടുകാരുടെ ആണെങ്കിലും അവർ കൃത്യമായിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഐസിൽ ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും അതിനേക്കാളും ഇനിയിപ്പോൾ ഐസിടാത്ത മീൻ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ വള്ളക്കാരുടെ മീനാണ്. ചെറിയ മീനുകളാണെങ്കിലും ചാള, അയില അതുപോലുള്ള ചെറിയ മീനുകളാണെങ്കിൽ ഐസിടാത്തത് കിട്ടും. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മുടെ പുലിമുട്ടിൻ്റെ അറ്റത്തെത്തിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും വരാൻ തന്നെ പറ്റാറില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. തിരയൊക്കെ അടിച്ച് കയറുമായിരുന്നു ഇങ്ങോട്ടൊക്കെ. ഇങ്ങോട്ട് നടന്ന് വരാനൊന്നും പറ്റില്ലായിരുന്നു, അത്രയും അടിച്ച് കയറുമായിരുന്നു. നല്ല കടലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവിടേക്കൊക്കെ വരാം. നമ്മുടെ ലൈറ്റാണ് ഇവിടെ. രാത്രി ലൈറ്റ് കത്തും, സിഗ്നൽ ലൈറ്റ്. അപ്പുറത്തുണ്ട്, അപ്പുറത്തെ പുലിമുട്ടിൽ ഒരെണ്ണം, ഇപ്പുറത്തെ പുലിമുട്ടിൽ ഒരെണ്ണം, അങ്ങനെ 2 സിഗ്നൽ ലൈറ്റ് ഉണ്ട്. കടലുണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. വെള്ളം ക്ലിയർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കലക്കമുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കടൽ. വഞ്ചിക്കാരൊക്കെ വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. തകൃതിയായിട്ട് മീൻപിടുത്തം നടക്കുന്നുണ്ട്. അവിടെ ഒരു വള്ളം നിർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഡിങ്കി ചിലപ്പോൾ മീനിറക്കാനായിട്ട് ഹാർബറിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം. കാലാവസ്ഥ രാവിലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ നല്ല മഴ പെയ്തു. അതിന് ശേഷം ഇപ്പോൾ തുറന്നു. ഇപ്പോൾ വെയിലൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുലിമുട്ടിൻ്റെ അറ്റത്ത് വന്നപ്പോൾ നോക്കിയേ, ഒരു വിഗ്രഹം ഇരിക്കുന്നുണ്ടോ. നല്ല രസമുണ്ട്. ഇത് കടലിൽ ഒഴുകി വന്നിട്ടൊക്കെ ആരെങ്കിലും എടുത്ത് ഇവിടെ വെച്ചതായിരിക്കും. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മരത്തിൻ്റെയാണ്, എടുത്ത് പൊങ്ങണില്ല. അമ്മോ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതെന്ത് വിഗ്രഹമെന്ന് മനസ്സിലായോ? 2 കൈ മിസ്സിങ് ആണ്. 4 കൈയുള്ള വിഗ്രഹമാണ് കേട്ടോ. അതിൽ 2 കൈയല്ല 3 കൈ മിസ്സിങ് ആണ്. ഇപ്പോൾ ആകെ 1 കൈയേ ഉള്ളൂ. എന്തായാലും നല്ല രസമുണ്ട്. കൊത്തുപണികളൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇത് കൈപ്പണിയാണോ അതോ CNC-യിലൊക്കെ ചെയ്തെടുത്താണോ എന്നറിയില്ല. എന്തായാലും നല്ല രസമുള്ള വിഗ്രഹം കേട്ടോ. നല്ല രസമുള്ള കൊത്തുപണികളും ഒക്കെ ആയിട്ട്. ഇതാരെങ്കിലും കളഞ്ഞിട്ട് കടലിലൊക്കെ ഒഴുകി വന്നിട്ട് ചിലപ്പോൾ ഇവിടെ കിട്ടിയപ്പോൾ ആരെങ്കിലും എടുത്ത് വെച്ചതായിരിക്കും. പറയാ കോരല്ലേ? കോരയല്ലേ? ചാളാമല കിട്ടുന്നേ? അപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളിയായി, നല്ല വെയിലായിട്ടാ. ഒരാളവിടെ ചൂണ്ടയിടുണ്ട്, കോര കിട്ടുന്നുണ്ട്. കോര സീസണായി കഴിഞ്ഞാൽ ഈ പുലിമുട്ട് ശരിക്കും നിറയും ആൾക്കാർ വന്നിട്ടേ. ഭയങ്കര രസമാണ് കോര പിടിക്കാൻ. മീൻ അത്ര രസമുള്ള മീനല്ലെങ്കിലും പിടിക്കാൻ രസമാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അധികം ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, ചൂണ്ടക്കാരൊന്നും. ഈ
ഈ ഒരു ബ്രേക്ക് ഇപ്പോൾ മഴ ഇനി ശരിക്കും ഇനിയിപ്പോൾ അടുത്ത മഴ തുടങ്ങുകയാണല്ലോ, അതും കൂടിയും കഴിയണം. ആ ഒരു മഴയും കൂടിയും കഴിഞ്ഞ ഒരു ജൂലൈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ശരിക്കും നന്നായിട്ട് മീനടിച്ചു തുടങ്ങാറ്. അപ്പോൾ എന്തായാലും ഒട്ടുക്കത്തെ വെയിലിട്ടാ. എനിക്ക് അവിടെ ഹാർബർ ഓഫീസിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അവർ 10 മണിയാണ് വർക്കിംഗ് ടൈമെങ്കിലും ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ 10:30 കഴിയും, എൻജിനീയറും ഒക്കെ വരുമ്പോൾ. അപ്പോൾ ആ സമയത്തൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് റോഡിൻ്റെ പണി ചെയ്യുന്നത്. അപ്പോൾ പണി പണി നടക്കുന്നില്ല. ചെയ്ത പണികളാണെങ്കിൽ ഇപ്പോൾ ടാർ ചെയ്ത ഭാഗങ്ങൾ തന്നെ പൊളിഞ്ഞു തുടങ്ങി റോഡ്. പിന്നെ റോഡ് ടാർ ചെയ്ത ടാറിൽ പുല്ല് മുളയ്ക്കുന്നു. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള വർക്കാണേ. അപ്പോൾ ഒന്ന് കണ്ട് പറയണം പോയിട്ട്. വിളിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്തായാലും നേരിട്ടൊന്ന് പോയി കണ്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും അത് ഇപ്പോൾ 10-10:30 ആവാറായി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് പോയിട്ട് കംപ്ലൈൻറ്റ് പറയണം. അല്ലെങ്കിൽ ശരിയാവില്ല. തുടക്കം തന്നെ പറഞ്ഞില്ലെങ്കിലേ ടാർ ചെയ്ത് 2 ആഴ്ച ആകുമ്പോഴേക്കും റോഡ് പൊളിഞ്ഞു തുടങ്ങി.